ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ ജനനത്തെപ്പറ്റിയാണ്, മനുഷ്യപുത്രൻ്റെ ജനനത്തെപ്പറ്റിയാണ് വീണ്ടും പ്രതിപാദിക്കുന്നത്. 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സഖരിയാവിൻ്റെ വീട്ടിൽ എത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാവുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വാക്യങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് ആ ദർശനമാണ്. വിശുദ്ധ കന്യാമറിയം എലിസബത്തുമായിട്ടുള്ള ആ മീറ്റിംഗാണ്. അവിടെ പരിശുദ്ധാത്മാവിനാൽ അവളുടെ ഉള്ളിലുള്ള ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി തീരാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ അനുഗ്രഹമായി തീരുന്നത്. യോഹന്നാൻ സ്നാപകൻ എത്രയോ അനുഗ്രഹമായിരുന്നു. യേശു കർത്താവ് എത്രയോ അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിക്കുന്നത് ദൈവിക പദ്ധതിയാണെന്നും, അത് മാനുഷിക പദ്ധതിയല്ല, അത് ദൈവിക പദ്ധതിയാണ്. ആ ദൈവിക പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ നമ്മൾക്കേവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഈ വചനം കാണുന്ന കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ഇനിയും കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹിച്ച് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ വചനത്താൽ അവരനുഗ്രഹം പ്രാപിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തി നിന്റെ മക്കളിൽ അത്ഭുത കൃപയാവരിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. കർത്താവെ, വിശുദ്ധ കന്യകമറിയം എലിസബത്തിനെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു അത്ഭുതം ഈ വചനത്തിലൂടെ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിച്ചാൽ യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.